അന്നമുണ്ടായത് പർജന്യനിൽ നിന്നാണ്. പർജന്യനുണ്ടായത് യജ്ഞത്തിൽ നിന്നാണ്, അഗ്നിയിൽ നിന്നാണ്. യജ്ഞത്തിനർത്ഥം അഗ്നി. അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി അല്ലെങ്കിൽ അന്നം. അതുകൊണ്ട് മനുഷ്യനിൽ വൈശ്വാനരൻ എന്ന അഗ്നിയെയും കടലിൽ ബടവാഗ്നി എന്ന അഗ്നിയെയും സൂര്യനിൽ തേജസ് എന്ന അഗ്നിയെയും അഗ്നിയിൽ ചവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന അഗ്നിയെയും ജീവന്റെ ആദിമരൂപമെന്ന് കണ്ട് യജ്ഞരൂപനായ ആ അഗ്നിക്കായിക്കൊണ്ടായിരിക്കട്ടെ നിന്റെ കർമ്മങ്ങളെങ്കിലും. യജ്ഞം കർമ്മസമുദ്ഭവമാണ്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി പുഞ്ചതേ തകം പാപ ഏ ഭജന്ത്യാത്മകാരണാത്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായു ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഈ യജ്ഞരൂപനെയാണ് അർജുനന് മുഖാമുഖം കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്. ഭഗവത്ഗീതയുടെ ലക്ഷ്യം ഈ യജ്ഞരൂപനാണ്. യജ്ഞരൂപനായ ഈ പുരുഷൻ കാലപുരുഷൻ എന്ന നിലയിൽ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവനാണ്. കേവലൻ എന്ന നിലയിൽ മോക്ഷം കൊടുക്കുന്നവനാണ്. ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരും അശ്വത്ഥാമാവുമെല്ലാം ഉപാസിച്ചത് കാലപുരുഷനെയാണ്. അതുകൊണ്ട് 11-ാം അധ്യായത്തിൽ അർജുനന് ഭഗവാൻ വിരാട് വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്തു. ആദ്യം കാലപുരുഷനായി ബഹൂദര വക്തനായി അനേകം ഉദരങ്ങളും അനേകം വായുകളും ദംഷ്ട്രകളുമുള്ള കാലരൂപനായി പ്രത്യക്ഷമായി. 4-ലും 5-ലും 6-ലുമെല്ലാം ഭംഗ്യന്തരേണ വിശദീകരിച്ച് 9-ാം അധ്യായത്തിൽ അതീവ രഹസ്യമായ ജ്ഞാനത്തെ ഭഗവാൻ പറഞ്ഞുകൊടുത്ത് തന്നെ മാനുഷ്യനെന്ന് നിന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 9-11 വെച്ച് അവജാനന്തിമം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതമഹേശ്വരം. ഭൂതമഹേശ്വരനായ എന്നെ മനുഷ്യനെന്ന് കരുതുന്ന മൂഢന്മാരെന്നെ നിന്ദിക്കുകയാണ്. ഈശ്വരന്റെ മാനുഷീകരണത്തെ ഭഗവത്ഗീത കാണുന്നത് ഇങ്ങനെയാണ്. അവജാനന്തിമം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂതമഹേശ്വരം. 3-ലെ ഈശ്വരനാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയാൻ അർജുനൊരു ചോദ്യവും ചോദിച്ചിരുന്നു. യജ്ഞരൂപമായി കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ ഭഗവാനോട് അർജുനൻ തന്നെ 3-ലെ 36 വെച്ച് ചോദിച്ചു, ഭഗവാനെ, അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത.
കേനോപനിഷത്തിന്റെ ഓർമ്മ വരും. അധ കേന പ്രയുക്തോയം, കേനേഷിതം പദതി പ്രേഷിതം മന കേന പ്രാണപ്രൈതിയുക്ത കേനേഷിതം വാചമിമം വദന്തി എന്നൊക്കെ പോലെ 3:36 36 അതെ. അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിത. ആരാൽ നിയുക്തനായിട്ടാണ് ഈ പുരുഷൻ ഈ പാപമെല്ലാം ചെയ്തു കൂട്ടുന്നത്? ആരുടെ നിയോഗം കൊണ്ടാണ്? അനിച്ഛനായിരുന്നിട്ട് കൂടി ഒരാളും പാപം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരാണ് പാപത്തിന് പ്രേരിപ്പിക്കുന്നത്? എളുപ്പത്തിൽ ഈശ്വരനാണെന്ന് ഉത്തരം പറയുമെന്നാണ് വിചാരിച്ചത്. അങ്ങനല്ല പറഞ്ഞത്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിണം. അർജുന, നിന്റെ കാമമാണ്, കാമത്തിൽ നിന്ന് ഉൽപ്പന്നമായ ക്രോധമാണ്. അതേ, രജോ ഗുണത്തിൽ നിന്ന് ഉൽപ്പന്നമായ നിന്റെ കാമവും ക്രോധവുമാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ലോകത്തിൽ എന്തെല്ലാം പാപകർമ്മങ്ങളുണ്ടോ അതെല്ലാം അജ്ഞാനാവൃതമായ കാമം ഒന്നുകൊണ്ട് മാത്രമുണ്ടാകുന്നതാണ്. കാമം കടന്നു വന്നാൽ, വിഷയസംഗമുണ്ടായാൽ ഈശ്വരനില്ല. അതുകൊണ്ട് എവിടെയെല്ലാം പാപകർമ്മങ്ങളുണ്ട് അവിടെയെല്ലാം കാമവും ക്രോധവും മാത്രമേ ഉള്ളൂ. ആനുകാലികമായി പഠിക്കേണ്ടത് ഇതാണ്. എൻ്റെ കർമ്മങ്ങളിൽ വൈയക്തികമായ, ജാതീയമായ, മതപരമായ, വർഗപരമായ, വർണ്ണപരമായ ഏതെങ്കിലും നിലയിലുള്ള കാമം എന്നെ പ്രേരിപ്പിക്കുവാൻ മുമ്പിലുണ്ടോ? എൻ്റെ കർമ്മമേഖലകൾ നിസ്സങ്കോചം ഫലേച്ഛയില്ലാത്തതാണോ? അനിച്ഛാപൂർവകമാണോ? എന്തിനാണിത് ചെയ്തത് എന്ന് ചോദിച്ചാൽ വെറുതെ എന്ന് പറയാൻ കഴിയുമോ? അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കർമ്മത്തിന് പിന്നിൽ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്നു എങ്കിൽ അത് കാമം പ്രചോദിതമായി ഉണ്ടായതാണ്. അതാണ് പാപങ്ങൾക്ക് മുഴുവൻ കാരണം. അതുകൊണ്ട് ഹേ അർജുന, മനുഷ്യൻ ഒരു ശത്രു മാത്രമേ ഉള്ളൂ, അത് ദുരാസദനാണ്. നിനക്ക് നേരിടാനാവാത്തത്. നിന്റെ മുമ്പിലല്ല അവനിരിക്കുന്നത്, നിന്റെ ഉള്ളിലാണ്. സദാസദനല്ല, ദുരാസദനാണ്. അത് നിന്റെ കാമമാണ്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യാത്മാനമാത്മന. ഇപ്രകാരം ബുദ്ധിക്ക് മേലെയാണ് തത്വമെന്നറിഞ്ഞിട്ട് ആത്മാവിനെ ആത്മാവുകൊണ്ട് അടക്കിയിട്ട്, മനസ്സിനെ മനസ്സുകൊണ്ടടക്കിയിട്ട്, ആത്മാനം ആത്മനാ സംസ്തഭ്യ കാമരൂപം ദുരാസദം ശത്രും ജഹി.
നിന്റെ കാമനയാകുന്ന ദുരാസദനായ ശത്രുവിനെ കൊന്നുകളയുക. ജയിക്കുക എന്നല്ല, കൊന്നുകളയുക. ഇനി അവൻ ഒരിക്കലും ഉണ്ടാവരുത്. കാമരൂപം ദുരാസദം ശത്രും ജഹി. അത് കഴിഞ്ഞാണ് 4ലും 5ലും ഒക്കെ ഗംഭീരങ്ങളായ ഉപദേശങ്ങൾ കൊടുക്കും. ഉദരേതാത്മനാത്മാനം നാത്മാനം അവസാദയേതാത്മവിഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മന. അവിടുന്നാണ് 9ൽ രഹസ്യവും പറഞ്ഞുകൊടുത്താണ് 10ൽ സദ്രൂപത്തിലും ചിദ്രൂപത്തിലും വിഭൂതികൾ എങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുവെന്ന് കാണിച്ച് വിശ്വരൂപത്തെ കാണിച്ചു. അതിലാണ് ആ ദംഷ്ട്രകൾക്കിടയിലൂടെ ചതഞ്ഞരഞ്ഞ് ഭീഷ്മരും ദ്രോണരുമൊക്കെ കടന്നു പോകുന്നത് കാണിച്ചു കൊടുത്തു. ഇവരൊക്കെ ചത്തിരിക്കുകയാണ്, ഇനി നീ കൊല്ലേണ്ട കാര്യമില്ല. ജനനം മരണത്തോടു കൂടിയതാണ്. ജനിച്ചവനൊക്കെ മരിക്കും. പ്രകൃതിയുടെ നിയമം കിടക്കുമ്പോൾ കൊല്ലാൻ ആളുകൾ എന്തിനു നടക്കണം? ശാശ്വതമായി ഒരുവനുമില്ല ഭൂമിയിൽ. ഭൂമിയിൽ വന്ന് കാമനകൾ കൊണ്ട് കുറേയൊക്കെ വെട്ടിപ്പിടിക്കുന്നവൻ അവനും ഇതിവിടെ ഇട്ടേച്ച് പോകും. അല്പം ക്ഷമ കാണിച്ചാൽ മതി. ഒരു പ്രസിഡന്റും ഒരു പ്രധാനമന്ത്രിയും ഒരു സെക്രട്ടറിയും ഒരു ഖജാൻജിയും ഒരുപാട് കാലം ഇരിക്കുകയില്ലേ? ഇരിക്കുകയില്ല എന്നുള്ള സത്യം അറിഞ്ഞാലൊരു രസമാണ്. ശാശ്വതമല്ലാത്ത സിംഹാസനങ്ങളിൽ ഇരിക്കാതെ പോയാൽ അതൊരു സുഖമാണെന്ന് തോന്നുന്നവർക്ക് രസമുണ്ട്. അശാശ്വതങ്ങളായ സിംഹാസനങ്ങളിൽ അവരോധിക്കപ്പെട്ടിട്ട് ശാശ്വതങ്ങളായ സിംഹാസനങ്ങളെ വലിച്ചെറിഞ്ഞവർ. സ്വാരാട്ടിന്റെ ലോകങ്ങളെ അറിയാതെ സാമ്രാട്ടിന്റെ ലോകങ്ങളെ പിടിക്കാനോടിയവർ. അതുകൊണ്ട് അർജുനൻ ദിവ്യചക്ഷുസ് ഏറ്റുവാങ്ങി ഭഗവത് വിഭൂതിയെ വസ്തുനിഷ്ഠമാം വണ്ണം കണ്ടു. കാലപുരുഷനായ ഭഗവാനെ കണ്ട് അർജുനൻ ഞെട്ടി. സൗമ്യനായി ചതുർബാഹുവായി തനിക്ക് പ്രത്യക്ഷപ്പെടുവാൻ ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഭഗവത് വിഭൂതിയുടെ കേവലവും ശുദ്ധവും നിർമ്മലവുമായ ലോകവും കാലപുരുഷൻ എന്ന നിലയ്ക്കുള്ള ലോകവും അർജുനനെ ഭംഗ്യന്തരേണ കാണിച്ചു കൊടുത്തിട്ട് ഈശ്വര ദർശനം സാധിച്ച അർജുനനെ സമ്യക്കായി മുന്നോട്ട് കൂട്ടുന്ന കാഴ്ചയാണ് ഗീതയുടെ ഇതിവൃത്തം. അല്ലാതെ യുദ്ധമല്ല ഗീതയുടെ ഇതിവൃത്തം. യുദ്ധം ചെയ്യാൻ അന്ന് ഭഗവാൻ 564 ശ്ലോകം യുദ്ധക്കളത്തിൽ നിന്ന് ചൊല്ലിയിട്ടാണ് ഇവൻ ആയുധം എടുത്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ മണ്ടന്മാരാണ്. കാരണം ഇപ്പൊ ഭഗവത്ഗീതയും കൊണ്ട് പോയി ചെന്ന് ഭീകരന്മാരുടെയും യുദ്ധം ചെയ്യാൻ പോകുന്നവരുടെ ഇടയിൽ ചൊല്ലിയിട്ടൊന്നുമല്ല. 1.5 കുപ്പി ബ്രാൻഡി മേടിച്ചു കൊടുത്താൽ ആരെയും തല്ലിയിട്ട്. ഓളേമുക്ക ചക്രത്തിന്റെ 1.5 കുപ്പി പട്ട കൊണ്ട് സാധിക്കുന്ന സാധനം അഭിമതരസവും രേവതീലോചനാംഗവുമായ ഹലായുഷം വേണ്ടവോളം മോന്തി നടന്ന ബലരാമന്റെ കാലത്ത് കിട്ടുകയിലായിരുന്നു എന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല?
പിടികിട്ടിയില്ല. ഭഗവത്ഗീതയെ അരക്കുപ്പി കള്ളിലേക്ക് ചെറുതാക്കരുത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെയൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഒന്ന് പോയി തല്ലണമെങ്കിൽ, ഒരുത്തനെ കൊന്നിട്ട് വരണമെങ്കിൽ ഇത്രയും ശ്ലോകമൊന്നും ചൊല്ലണ്ട. മാത്രമല്ല, ഇത് തല്ലാൻ പോകുന്നവനോട് ഈ ശ്ലോകം ചൊല്ലിയാലോട്ട് മനസ്സിലാകത്തു. അത് പണ്ഡിതന്മാർക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയൊന്നും നശിപ്പിക്കരുത് പുസ്തകത്തെ. അർജുനൻ തളർന്ന് യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് നിന്നപ്പോ ഭഗവാൻ എന്ന് ശ്ലോകം ചൊല്ലി ഉടനെ അർജുനൻ ഏറ്റു, ആയുധം എടുത്തു. അങ്ങനൊന്നും വിചാരിക്കരുത്. അപ്പൊ കേൾക്കുന്നവനാകെ ധരിച്ചു പോകും. കാരണം നമ്മുടെ അയൽവക്കത്ത് മറ്റവനെ കൊല്ലാൻ പോയത് ഗീതയൊന്നും കയ്യിലെടുത്തിട്ടും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ, ഒരു കുപ്പി ചാരായവേ വേണ്ടി വന്നു. ഇത്രയും വിലയുള്ളൂ ഈ സാധനത്തിന്, ഇവരീ പറയുന്നതിന്, ഇത്രയും കൊണ്ടുപിടിച്ച് പ്രസംഗിക്കുന്നതിനെന്ന് ധരിച്ചു. അത്ര അധപതിപ്പിക്കരുത്. ദാർശനിക കൃതികളെ അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ VKN പറഞ്ഞ പോലെ പറയണം, ഭഗവത്ഗീത നല്ലൊരു പുസ്തകമാണ്, എനിക്കറിയാം. പകലന്തിയോളം കന്നുകൂട്ടിക്കോ, കൂലി ചോദിച്ചാൽ പൊതുരെ തല്ലിക്കോ, കർമ്മണ്യേ വാധികാരസ്ഥയും ആബലേഷു കഥാചന. അങ്ങനെ പഠിക്കരുത് നിങ്ങൾ. പണ്ഡിതാഗ്രഹസ്ഥരനായ മാരാര് ഇതിലും വലിയ കൈപ്രയോഗമായത്. VKN പോട്ടെ, മോശക്കാരനല്ലാതെ മാരാരും ചെയ്തത് ചെറിയ പ്രയോഗമൊന്നുമല്ല. ഈ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞാണ് അർജുനൻ രാജസൂയവുമായി സൈന്ധവ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നത്. യജ്ഞാശ്വത്തിന്റെ രക്ഷിതാവായ യജ്ഞാശ്വത്തെയും രക്ഷിച്ച് സുരഥന്റെ രാജധാനിയായ 105 കൗരവ സഹോദരന്മാരുടെ ഏക സഹോദരി ദുശലയുടെ ഭർത്താവ് ജയദ്രഥന്റെ രാജ്യമായ സപ്തസൈന്ധവത്തിലേക്ക് അർജുനൻ കാലെടുത്തു കുത്തുമ്പോൾ പകമുഴുത്ത സൈന്ധവ വീരന്മാർ അർജുനനോട് ഏറ്റുമുട്ടി. അർജുനൻ വരുന്നുവെന്ന് കേട്ട മാത്രയിൽ തന്നെ തന്റെ പിതാവിന്റെ ശിരസ് അസ്ത്രാഗ്രത്തിലെടുത്ത് തന്റെ പിതാവിന്റെ മകന്റെ കൈകളിൽ എത്തിച്ച് സന്ധ്യാവന്ദനത്തിൽ നിൽക്കുന്ന പിതാമഹൻ ആ തല താഴേക്കിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തലത് പൊട്ടിത്തെറിച്ച സംഭവമോർത്ത് സുരഥൻ അപ്പോൾ തന്നെ മരിച്ചുപോയി. പകമുഴുത്ത സൈന്ധവ വീരന്മാരുമായി ഏറ്റുമുട്ടി അർജുനൻ വിജയിച്ചരുളുമ്പോൾ സ്ത്രീത്വത്തിന്റെ സർവകാലത്തെയും ഭൂഷണമായ കൈക്കുഞ്ഞിനെ കയ്യിലെടുത്ത് തന്റെ പുത്രനെ സുരഥന്റെ പുത്രനെ കയ്യിലെടുത്ത് തന്റെയും തന്റെ വംശത്തിന്റെയും ഏക വൻസന്തതി സാക്ഷാൽ ദുശല ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തന്റെ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, അപനയക്കാരും അനാര്യരുമായ എൻ്റെ സഹോദരങ്ങൾ ചെയ്തതെല്ലാം അവിടുന്ന് പൊറുക്കണം. എൻ്റെ വംശത്തിൻ്റെ കാവലായി ഈ കുഞ്ഞിനെ ജീവനെങ്കിലും എനിക്ക് വിട്ടുതരണമേ എന്ന് അർജുനനോട് അപേക്ഷിക്കുമ്പോൾ മാരാരി ചോദിക്കുന്നത്, ഭാരത പര്യടനത്തിൽ അർജുനൻ എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും? 1000 കുരാണികൾ എഴുന്നു നിൽക്കുന്ന മുള്ളിലവൻ തടി പോലത്തെ ഒരു തടി കൊണ്ട് ഹൃദയത്തിലെ കാഞ്ഞടിച്ചാലത്തെ പോലൊരു വേദന അർജുനൻ അനുഭവിക്കുകയാൽ വ്യാസൻ വാക്കുകളിലൂടെ ചുരുക്കിയെന്നാണ് മാരാരി പറഞ്ഞത്. ബഹുസ്വാന്ത്വ പരിഷ്വജ്യ, പലപാട് ആശ്വസിപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് അർജുനൻ ദുശലയോട് പറഞ്ഞു, ഏവം ബ്രുവത്യം കരുണം ദുശലായം ധനഞ്ജയ സംസ്മൃതി ദേവീം ഗാന്ധാരീം ധൃതരാഷ്ട്രം ച പാർത്ഥിവം ഉവാച ദുഃഖശോകാർത്ഥ ക്ഷത്രധർമ്മം വിഗർഹയൻ ദിക്തം ദുര്യോധനം ക്ഷുദ്രം രാജ്യലുബ്ധം ച മാനിനം യത്കൃതേ ബാന്ധവ സർവേ മയാ നീതായമക്ഷയം എന്നർജുനൻ പറഞ്ഞു എന്ന് പറഞ്ഞു നിർത്തുകയാണ്.
മാരാരവിടെ നിർത്തിയില്ല. മാരൊരു പടിയിലൂടെ കടന്നു പറഞ്ഞു, ഭഗവത്ഗീതോപദേശത്തിന്റെ ഫലമാണ് ഈ യുദ്ധം. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് താൻ വിധവയാക്കിയ ഈ സഹോദരിയെ കാണുമ്പോൾ ഇനിയൊരു ഗീതയ്ക്ക് ഇപ്പോൾ അർജുനൻ അനുഭവിക്കുന്ന ദുഃഖത്തെ മാറ്റാൻ കഴിയുമോ എന്ന്. എന്നിട്ട് മാരാരടിച്ച അടി ഹൈന്ദവ മനസ്സാക്ഷിക്കുള്ളിൽ തീപാറുന്നതാണ്. യാതൊരു ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നതല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ. ഗീതോപദേശത്തിന്റെ പരാജയ സ്ഥാനമാണിത്, ഗീതാകർത്താവിന്റെ വിജയസ്ഥാനവും. ഗീതാകർത്താവായ വ്യാസൻ സമർത്ഥിക്കാനൊരുങ്ങിയത് ഗീത ജീവിത വിജയമാണെന്നല്ല എന്നാണ് മാരാരോട് പറഞ്ഞത്. അതിനെ നേരിടാൻ ത്രാണിയുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഗീതയുടെ ഫലമാണ് യുദ്ധമെങ്കിൽ വൈധവ്യം ബാധിച്ച സ്ത്രീകൾ, അനാഥരായ കുഞ്ഞുങ്ങൾ, ഗീതാകർത്താവായ വ്യാസനും ഗീതാചാര്യനായ കൃഷ്ണനും യുദ്ധത്തിന്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ ആ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഗാന്ധാരിയെയും കൂട്ടി കുരുക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓരോ ശവശരീരവും തന്റെ അടുത്ത് കണ്ട് പൊട്ടിക്കരഞ്ഞ ഗാന്ധാരി ദുര്യോധനന്റെ കിടപ്പില്, ദുശാസനന്റെ കിടപ്പില്, കർണന്റെ കിടപ്പില് ഒക്കെ കരഞ്ഞ ഗാന്ധാരി സകല മര്യാദകളും വിടുന്നത് അഭിമന്യുവിന്റെ കിടപ്പിലാണ്. അർജുനൻ തന്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്കു രസമുള്ളൂ എന്നാണ് എഴുത്തച്ഛന്റെ തർജ്ജമ. വിലപിച്ച ഗാന്ധാരിയോട് വിലാപമെല്ലാം കഴിഞ്ഞ് ഗാന്ധാരി ആ കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കൃഷ്ണ, ഈ സംവത്സരം അത്രയും അന്ധനായ എൻ്റെ പതിയെ അന്ധത സ്വീകരിച്ച് പതിവ്രതയായി പരിചയിച്ചവളാണ് ഞാൻ. ആ തപസ് മുഴുവൻ ചെലവഴിച്ച് ഞാൻ ശ്രമിക്കുന്നു. ഈ ഭാരത സ്ത്രീകൾ തിണ്ടാടിപ്പോയതുപോലെ 36 സംവത്സരം തികയുമ്പോൾ നിന്റെ ഭാര്യമാരുൾപ്പെടെയുള്ള ഭോജവൃഷ്ണ്യന്തക നാരിമാർ തിണ്ടാടിപ്പോയി. ഭോജവൃഷ്ണ്യന്തക വീരന്മാർ തമ്മിലടിച്ച് കൊല്ലപ്പെടും. നീയും നീചമായ മാർഗത്തിൽ കൊല്ലപ്പെടും. കേട്ട കൃഷ്ണൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ക്ഷത്രിയെ ഭവതി മേഞ്ഞെടുത്തു മേയുന്നുവല്ലോ. കഷ്ടം, ക്ഷത്രിയെ ഭവതി മേഞ്ഞെടുത്തു മേയുന്നുവല്ലോ. ഇതുവരെ മനുഷ്യൻ മേഞ്ഞത് കാമത്തിലാണ്, ക്രോധത്തിലാണ്. ഫലമായിരുന്നു ഈ മഹാഭാരത യുദ്ധം. ഇത്രയും പേരുടെ മരണം കണ്ട രക്തപ്പുഴയിൽ നീ എത്തിയിട്ട് ഒരായുധമെടുക്കാത്ത, ഗീതോപദേശത്തെ യുദ്ധത്തിനല്ലാതെ ചെയ്തു കൊടുത്ത, പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ എന്ന് ഗുരു നാരായണൻ പറഞ്ഞതുപോലെ പരമാർത്ഥത്തെ ഉപദേശിച്ചു കൊടുത്ത ആ നിലയിൽ മനസ്സിലാക്കാതെ ഇത്രയും പേരുടെ രക്തത്തിൻ്റെ പുഴയിൽ മുട്ടോളം എത്തി നീ നിൽക്കുമ്പോഴും 36 വർഷത്തിനപ്പുറം ഇനിയും ഒരു യുദ്ധവും സ്ത്രീകളുടെ അലച്ചിലും കരച്ചിലും വീരന്മാരുടെ മരണവും നീ സ്വപ്നം കാണുന്നു. മരണം കണ്ടിട്ടും മരണം മതി വരുന്നില്ല. കാമം കൊണ്ട്
തൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും മറ്റൊരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതിലെ സന്തോഷമല്ല, അതുകൂടെ മരിക്കുമ്പോഴുള്ള ഈക്വാളിറ്റിയാണ് മാനവന്റെ കാമസങ്കല്പങ്ങളിൽ പ്രധാനം. മനസ്സിലാവുമോ? ഇതാണ് ആനുകാലികം. മറിച്ച് നീ ക്ഷത്രിയയാണ്, നീ പറഞ്ഞില്ല ഇനി ഭൂമിയിൽ ഒരു സ്ത്രീക്കും ഈ ഗതി വരരുതെന്ന്. മറ്റൊരു സ്ത്രീ പറഞ്ഞു. അതാണ് നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. നീ പതിവ്രതയാണ്, അന്ധനായ ഭൂപനെ പരിചരിച്ചവളാണ്. നീ തപസ് ചെലവാക്കിയത് ശാന്തിക്കല്ല. എന്നെ കൂടെ ശപിക്കാൻ. പക്ഷെ മറ്റൊരു സ്ത്രീയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അധവിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ. കൃഷ്ണനെ വിളിച്ചത് ഇങ്ങനെയാണ്. അധവിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹഭാഷമിമം ചിന്തി ദൃഢവിഷ്ണുഷു പാണ്ഡുഷു. പാണ്ഡവന്മാരോടും വൃഷ്ണികളോടുമുള്ള എൻ്റെ സ്നേഹമാകുന്ന കയറിനെ ഒന്ന് അറുത്തു തരേണമേ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തി. ഉദാരമായ പ്രാർത്ഥനയിൽ മാനവ സ്നേഹത്തിൻ്റെയും ജഗദീശ ഉത്സംഗത്തിലേക്ക് വളരാനുള്ള ആവേശത്തിൻ്റെയും അത്യുദാരമായ ഭക്തിയുടെയും അനവദ്യസുന്ദരമായ ജ്ഞാനത്തിൻ്റെയും അനിതര സാധാരണമായ ചിന്തകളുണ്ട്. അവയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ഈ കാലത്തിൻ്റെ ഗതീയതയിൽ മാനവചിന്തകൾ വിഷയലോകങ്ങളിലേക്ക് പതിച്ച് ഞാനെന്നും എൻ്റേതെന്നും അവരെൻ്റെതെന്നും വേർതിരിച്ച് മതില് കെട്ടി മത്താടുമ്പോൾ സകല വിശ്വവും ഏകമായൊരു പരമ്പൊരുളിൻ്റെതാണെന്നും ആകെ വിശ്വം ഈശ്വരന്റെ പാദം കൊണ്ട് മാത്രം, നാലിലൊന്നുകൊണ്ട് മാത്രമുള്ളതാണെന്നും അതാണ് ഈ ഭൂവെന്നും ബാക്കി നാലിൽ മൂന്നാണ് അമൃതമെന്നും അമൃതമാണ് അറിയേണ്ടതെന്നും ഈ പ്രപഞ്ചത്തെ അല്ല അറിയേണ്ടതെന്നും ഇവിടെ ജീവിക്കാൻ കരുക്കൾ വാസനയിലുണ്ടെന്നും അതിനിവിടെ വന്ന് ഇത്ര അധ്വാനിക്കേണ്ടെന്നും തിന്നാനും കുടിക്കാനും മതിക്കാനും ഒരുപാട് പണിയൊന്നുമില്ലെന്നും അതിനധ്വാനിക്കുന്നവൻ മൂഢനാണെന്നും അധ്വാനിക്കേണ്ടിടത്ത് അധ്വാനിക്കുകയാണ് വേണ്ടതെന്നും പഠിപ്പിക്കുന്ന ചിരന്തനമായ ധർമ്മത്തിൻ്റെ, സനാതനമായ സത്യത്തിൻ്റെ, ആർഷപ്രോക്തമായ ശ്രുതിയുടെ, ആർഷനൈപുണിയുടെ ലോകങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു നിമിഷമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യം എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യത്തിൻ്റെ ഒരംശം നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യവുമായി എനിക്ക് പോകാം. മറിച്ചാണെങ്കിൽ മാതൃയൗവനവനെ കുഠാരാവയമെന്ന് പട്ടതിരി പറഞ്ഞതുപോലെ പറഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് മാനവചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് എത്തിക്കുവാൻ ഗീതാമാതാവും കൃഷ്ണനും സദാ സർവദാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. വായുപുരേശൻ ഗുരുവായി സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മണ്ണിൽ വരാൻ ഭാരതീയ ഭക്തിസൗധത്തിൻ്റെ രംഗവേദിയിലൊന്നെത്തുവാൻ നിങ്ങൾ വിളിച്ചിട്ടെങ്കിലും ഭാഗ്യമുണ്ടായ ആ നിമിഷങ്ങളെ സ്മരിച്ചുകൊണ്ട്
ഭഗവത് സന്നിധിയിലേക്ക് എത്തുക ക്ലിഷ്ടമാണ്, തോന്നിയാലും നടപ്പില്ലാത്ത കാര്യമാണ്. ഭഗവാന്റെ കളിക്കലുകൾക്ക് മുമ്പിൽ, ആ ലീലകൾക്ക് മുമ്പിൽ കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ ചൈതന്യംബു ഘനാഘനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹനമോഹനം. ആ കണ്ണന്റെ അവദാനങ്ങൾ ഉറങ്ങുന്ന മണ്ണ്, അവിടെ ഒന്ന് വരാൻ അവിടുത്തെ മണൽത്തരിക്ക് പോലും കണ്ണന്റെ ചിലമ്പിന്റെ ശബ്ദമുണ്ടാവും. അവിടുത്തെ സസ്യജാലങ്ങൾക്ക് കണ്ണന്റെ അവദാനങ്ങൾ പറയാനുണ്ടാവും. അവിടെ വന്നിരുന്ന് അത്ര ശുദ്ധമല്ലാത്ത എൻ്റെ നാവ് കൊണ്ട് ഹേ ഭഗവാൻ, അങ്ങയുടെ കഥകൾ എനിക്കറിയുമെന്ന തോന്നലിൽ ചിലത് വിളമ്പി തെറ്റുകൾ പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലത് വല്ലതും ഞാൻ പറഞ്ഞുവെങ്കിൽ അതെല്ലാം എൻ്റെ പൂർവികരുടേതാണ്, നിങ്ങളുടെ നമസ്കാരങ്ങൾ അവർക്കായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, നല്ല നാവല്ലാത്തതുകൊണ്ട് ഇതിനിടയിൽ ഒരുപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അവയൊക്കെ എൻ്റേത് മാത്രമാണ്. അതിനുള്ള ഭർസനങ്ങൾ, അതിനുള്ള ശിക്ഷകൾ എന്നിൽ നിങ്ങൾ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.